സിനിമയിൽ അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് മുൻകാല നടി. 1980കളുടെ അവസാനത്തിലാണ് ഇവർ സിനിമയിലെത്തിയത്. പിന്നീട് പ്രശസ്തമായ ഒരു പിടി മലയാള സിനിമകളിൽ അഭിനയിച്ചു. ദുരനുഭവങ്ങളെ തുടർന്ന് സിനിമ വിട്ട് പഠനം പൂർത്തിയാക്കി. വിവാഹം കഴിഞ്ഞ് വിദേശത്താണ് ഇവർ ഇപ്പോൾ ജീവിക്കുന്നത്. NDTVക്കും നടി ലക്ഷ്മി രാമകൃഷ്ണനു നൽകിയ അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടി. അന്നെനിക്ക് 18 വയസ്സായിരുന്നു പ്രായം. കോളേജിൽ ആദ്യ വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. സിനിമാ പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. ഒരു ഫാന്റസി ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത്. ആദ്യമായി ഒരു തമിഴ് സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റിനാണ് പോയത്. സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് അവർ പറഞ്ഞു. കുടുംബത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സ്ക്രീൻ ടെസ്റ്റിന് ഒരുപാട് പണം ചിലവായി എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചു. ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചത്. എന്നാൽ അത് പേപ്പറിൽ മാത്രമായി ഉണ്ടായിരുന്നുള്ളൂ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സിനിമാ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു. താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് ഭാര്യ നേരെ ഭർത്താവിനോട് പോയി പറഞ്ഞു. പിന്നീട് അയാൾ എന്നോട് മിണ്ടാതെയായി. ദേഷ്യം പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് പുറത്ത് ചിത്രീകരണം നടത്തുമ്പോൾ. അത് കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അസ്വസ്ഥയാക്കി. ഞാൻ അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അല്പം കൂടി മയപ്പെട്ടു. അവർ പതിയെ പതിയെ എന്നെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. എന്നോട് വലിയ സ്നേഹം കാണിക്കുമായിരുന്നു. എന്നെ മകളെന്ന് വിളിച്ച് മിൽക്ക് ഷേക്കും മറ്റും ഈ ദമ്പതികൾ ഇടയ്ക്കിടെ വാങ്ങിച്ചു തരുമായിരുന്നു. എൻ്റെ വീട്ടിലില്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു അവിടെ. അവർക്ക് ഞാൻ മകളെപ്പോലെ തന്നെയായിരിക്കുമെന്നാണ് കരുതിയത്. എൻ്റെ പ്രായത്തിൽ അവർക്കൊരു മകളുമുണ്ട്. ആ കുട്ടിയും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികതയൊന്നും തന്നെ തോന്നിയില്ല. സത്യത്തിൽ ഈ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ്. ആ കുട്ടി ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് വീട് വിട്ടുപോകുകയായിരുന്നു. ആ കുട്ടി നുണ പറയുകയാണെന്നാണ് അന്ന് അയാളും ഭാര്യയും പറഞ്ഞത്. ഒരിക്കൽ അയാളുടെ ഭാര്യ ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ചുംബിച്ചു. ഞാൻ മരവിച്ചു പോയി. അതേക്കുറിച്ച് എനിക്ക് ആരോടും പറയാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ തെറ്റാണെന്ന് കരുതിയിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ഉപദ്രവം വർദ്ധിച്ചു. ഇത് ബലാത്സംഗത്തിൽ വരെ എത്തി. ഇവർ പറഞ്ഞു മലയാള സിനിമയിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. നോ പറഞ്ഞതിന് ഒരാൾ പാൻ മുഖത്ത് തുപ്പിയ അനുഭവമുണ്ടായിട്ടുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു.